നാപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിനെ കുറിച്ചുള്ളൊരു സമ്മറി ഞാൻ ഇട്ടിരുന്നു. ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ബുക്കിനെ നമ്മൾ വീണ്ടും തറോ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 7 ഡേ ചലഞ്ചിന് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി തരാനും നമ്മൾക്ക് വിശ്വാസം ഉണ്ടാക്കി തരാനും നമുക്ക് ആ കാര്യത്തിൽ പേഴ്സിസ്റ്റൻ്റായി നിലനിർത്താനും സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ 1 നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അവ്യക്തമായിട്ടുള്ള ലക്ഷ്യമല്ല, വ്യക്തമായിട്ട് സ്പെസിഫിക്കായിട്ട് സ്മാർട്ടായിട്ട് ഉള്ള ലക്ഷ്യം. എന്താണത്? അതിൽ മനസ്സിലായില്ലേ? അത് വ്യക്തമായിരിക്കണം. ഇന്നാൽ ഞാനൊരു ഡോക്ടറാവുമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഞാൻ ഇന്ന വിഭാഗം ഡോക്ടറായി, ഇന്ന ദിവസം ഇന്ന വർഷം ഞാൻ പുറത്തിറങ്ങും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നിങ്ങളവിടെ എഴുതി വെക്കുക. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ചലഞ്ചിൻ്റെ ഡേ 2 ഇന്ന് നമ്മളൊരു വാക്ക് ഡിലീറ്റ് ചെയ്യാൻ പോവുക. ഇംപോസിബിൾ. എനിക്ക് സാധ്യമല്ല എന്നുള്ളതിന് പകരം ഞാൻ ഈ ഒരു വിഷയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു ചലഞ്ച്. ഇപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് വെക്കുക. ഐ കാണ്ട് എന്നാണ് നിങ്ങളവിടെ എഴുതി വെക്കുന്നത്. അതിനങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് ഐ ആം ലേണിംഗ്. മനസ്സിലായില്ലേ? ചില കുട്ടികളൊക്കെ പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്ക് എനിക്കത് പറ്റൂല എന്ന് പറയും. ബ്രേക്ക്, അത് ക്യാൻസൽ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഐ ആം ലേണിംഗ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആയിട്ട് അത് റീപ്ലേസ് ചെയ്യുക. ഈ പുസ്തകത്തിലൊരു കഥ പറയുന്നതെന്ന് പറഞ്ഞല്ലോ, അതാണ് ഡേ 3 ചലഞ്ച്. നമ്മളൊരു പട്ടാളത്തിനെ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നിട്ട് പിന്നീട് അവർ യാത്ര ചെയ്ത് വന്ന ഷിപ്പിനെ അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇത് കത്തിച്ച് കളഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ യോദ്ധാക്കൾ അവിടെ പോയിട്ട് ആക്രമിച്ച് ആ രാജ്യത്തെ കീഴടക്കാനുള്ള മനോധൈര്യവും അവർക്ക് മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ കത്തിച്ച് കളയേണ്ടി വരും. മൊബൈൽ ഫോണുകൾ ഒഴിവാക്കേണ്ടി വരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് വിചാരിച്ച് നിങ്ങൾ ലക്ഷ്യത്തിന് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്ന മുമ്പിൽ എക്സ്ക്യൂസായി നിൽക്കുന്ന ഏതൊക്കെ കപ്പലുകളെ നിങ്ങൾ കത്തിച്ച് കളയാൻ പറ്റും ഒന്ന് എഴുതി വെക്കുക. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ചലഞ്ചിൻ്റെ ഡേ 4 നമ്മുടെ ചിന്തകൾ മാഗ്നറ്റുകളാണ്. നമ്മുടെ ഈ ഒരു ദിവസം എൻ്റെ തലയിൽ അരങ്ങേറിയ ഡോമിനൻ്റ് ആയിട്ടുള്ള ചിന്ത എന്താണ്? അത് എൻ്റെ ജീവിതത്തിലേക്ക് എന്തിനെയാണ് ആകർഷിക്കുന്നത്? നിങ്ങളെപ്പോഴും ഇങ്ങനെ അസ്വസ്ഥതകൾ നിറഞ്ഞ ചിന്തകളാണ് വാഴുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതും അതിനനുസരിച്ചുള്ള സാഹചര്യത്തെ ആയിരിക്കും. എന്താണ് നമ്മൾ അരങ്ങേറുന്ന ചിന്ത? നോട്ടീസ് ഇറ്റ്. സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അതായതായി വിചാരിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങളൊരു നിമിഷം ഒന്ന് സ്റ്റേണായി നിന്ന് നോക്ക്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതാണ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടർ ആവണം എന്നാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു നിമിഷം നിങ്ങളൊരു ഡോക്ടറായിട്ട് അവിടെ നിന്ന് പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുന്നതായിട്ട് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസ് എന്താണുള്ളത്? ഈ ബുക്ക് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് അതിലേറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ബുക്ക് സമ്മറി വായിക്കുക, പുസ്തകം കേൾക്കുക, എന്നിട്ട് പുസ്തകം വായിക്കുക, വീണ്ടും സമ്മറി വായിക്കുക, എന്നിട്ട് ഈ ചലഞ്ച് എടുത്ത് കഴിയുമ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ എന്താവും? ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. ഡേ 6 ഓഫ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ചലഞ്ച്, പേഴ്സിസ്റ്റൻസ് ഡേ. ഇന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു ടാസ്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ചെയ്യാന്നുള്ളതാണ്. ഈ പുസ്തകങ്ങളുടെ 3 പുസ്തകത്തിൻ്റെ സമ്മറിയും അത് ബേസ്ഡ് ആയിട്ടുള്ള 3 പുസ്തകത്തിൻ്റെ 7 ഡേ ചലഞ്ചും ഞാനിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് അത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സമയം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ ബ്ലോക്ക് ചെയ്തു. 1.5 മണിക്കൂർ ബ്ലോക്ക് ചെയ്തു. ഇന്നിപ്പോൾ ഞാൻ ആ ദൗത്യം ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവൃത്തിയാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. നോക്ക്, ഷോ ഈസ് മോർ ദാൻ ടെൽ. നമ്മൾ പറയുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. പലരും പറയും ഞാൻ അതാവും, ഇതാവും, ഇങ്ങനെയാവും, അങ്ങനെയാവും. അതിലൊന്നും വലിയ കാര്യമല്ല. നമ്മുടെ ലക്ഷ്യം
എന്താണ് എങ്ങനെയാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വിസിബിൾ ആക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് കാണിച്ചതാ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷൻസാണ് എടുക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള പുസ്തകങ്ങളുടെ സമ്മറീസ് ഉണ്ടാക്കണം എന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിച്ചു. 3 പുസ്തകത്തിൻ്റെ സമ്മറിയും അത് ബേസ്ഡ് ആയിട്ടുള്ള 3 ചലഞ്ചുകളുമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിസിബിൾ ആക്ഷനാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ആക്ഷൻ. ഇതുപോലെ എന്ത് വിസിബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും? പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക, പറഞ്ഞിട്ടല്ല.